Hi friends, welcome to Garam Masala, the magic spices of cooking. കൂർക്ക ബീഫ് ഉലർത്തിയത്. ഇന്ന് നമുക്ക് ട്രഡീഷണൽ കേരള ഡിഷായ കൂർക്ക ബീഫ് ഉലർത്തിയത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് കൂർക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂർക്കയാണിത്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ചോ റെഗുലർ പാൻ ഉപയോഗിച്ചോ ഇതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 3 പച്ചമുളക്, 1 കപ്പ് സവാള ചെറുതായി മുറിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വരുമ്പോൾ നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ബീഫ് ചേർത്ത് കൊടുക്കണം. ഈ ബീഫിനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. നമുക്കിതിനെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിനെ മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സ്പൈസി ബീഫ് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇതിനെ നമുക്ക് ചെറുതായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക ബീഫ് ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.